നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട് സർ. ഓക്കെ. അപ്പം എനിക്ക് കുറച്ച് ഇനിയും ആൾക്കാർ വരാനുണ്ട്. നമ്മൾ ഓൾറെഡി ഇപ്പം 7:35 നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നല്ലോ മൊത്തം? ഇല്ലല്ല, ഇന്നില്ലായിരുന്നു. ഓൺലൈൻ ക്ലാസ് ഒന്നും എടുത്തില്ല. ഒന്ന് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല. എന്തായാലും കാണാത്തത്? ഓക്കെ, നമുക്ക് എന്തായാലും അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യട്ടെ. അപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലീനിയർ സ്പാൻ അല്ലെങ്കിൽ സബ്സ്പേസ് സ്പാൻഡ് ബൈ എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആയിരുന്നു. അപ്പം if S is a set of vectors in a vector space V, then the subspace spanned by S is defined to be the intersection W of all subspace of V which contain S. So when S is finite set of vectors, S is alpha 1, alpha 2, etc. alpha n, we shall simply call W the subspace spanned by the vectors alpha 1, alpha 2, etc. alpha n. So simply speaking, subspace spanned by S അല്ലെങ്കിൽ span of S വേറൊന്നുമല്ല, എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വിന്റെ എല്ലാ സബ്സ്പേസുകളുടെയും ഇന്റർസെക്ഷൻ ആണ് സ്പാൻ ഓഫ് എസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ യെസ്റ്റർഡേ വി സോ സം എക്സാമ്പിൾസ്. നമ്മൾ ചില എക്സാമ്പിൾസ് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു റിസൾട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സാമ്പിൾസ് നോക്കി. അതായത് സബ്സ്പേസ് സ്പാൻ ബൈ നോമിറ്റി സബ്സെറ്റ് എസ് ഓഫ് എ വെക്ടർ സ്പേസ് ഇസ് സെറ്റ് ഓഫ് ഓൾ ലിയർ കോമ്പിനേഷൻസ് ഓഫ് വെക്ടേഴ്സ് ഇൻ എസ്. അതായത് ഒരു സെറ്റ് നമ്മൾ വെക്ടർ സ്പേസ് വി എന്നൊരു സെറ്റ് എസ് എടുത്തു, എന്നിട്ട് സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് ദിസ് എസ് അല്ലെങ്കിൽ സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, സെറ്റ് ഓഫ് ഓൾ ലിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ എസ് ആണെന്ന് നമ്മൾ ഇന്നലെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളത് ഒരു എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് പ്രൂവ് ചെയ്യാം. ഇത് നമ്മൾ ജസ്റ്റ് പ്രൂവ് ചെയ്യാം, എങ്ങനെ നമുക്ക് നോക്കാം. അപ്പം തിയറം സ്റ്റേറ്റ്മെന്റ് ഇതാണ്: സബ്സ്പേസ് സ്പാൻഡ് ബൈ എ നോമിറ്റി സബ്സെറ്റ് എസ് of a vector space is a set of all linear combinations of vectors in S. ഓക്കെ, നമുക്ക് കാണിക്കേണ്ട വേറെ ഒന്നല്ല, എസ് എടുത്തു, വീൻ്റെ ഒരു സെറ്റ് എടുത്തു, എസ് സബ്സെറ്റ് എടുത്തു എസ്, എന്നിട്ട് നോമിറ്റി സബ്സെറ്റ് എടുത്തു എസ്, എന്നിട്ട് ഈ എസ് സ്പാൻ ചെയ്യുന്ന സ്പേസ് വേറെ ഒന്നല്ല, സെറ്റ് ഓഫ് ഓൾ ലിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ എസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. നമുക്ക് പ്രൂഫിലേക്ക് പോവാം. സോ ലെറ്റ് ഡബ്ല്യു ബി എ സബ്സ്പേസ് സ്പാൻ ബൈ എസ്. അപ്പം നമ്മൾ എസ് എടുത്തു വിന്ന്, നമ്മൾ ഡബ്ല്യു നമ്മൾ എടുക്കുകയാണ്. എന്തായിട്ട് എടുക്കുകയാണ്? സബ്സ്പേസ് സ്പാൻ ബൈ എസ് ആയിട്ട് ഡബ്ല്യു എടുക്കുകയാണ്. ഡബ്ല്യു നമ്മൾ അസ്യൂം ചെയ്യാണ് ഡബ്ല്യു ബി എ സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ്. ദെൻ ഈച്ച് ലിയർ കോമ്പിനേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു x1 alpha 1 plus x2 alpha 2 etc. plus xm alpha m of vectors alpha 1 alpha 2 etc. alpha m in S is clearly in W. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മീനിങ് എന്താണ്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അതായത് ഡബ്ല്യു സബ്സ്പേസ് സ്പാൻ ബൈ എസ് നമ്മൾ എടുത്തു, ഇത് നമ്മൾ പറയാണ് ഏതൊരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ്, അത് നമ്മൾ എസ് ഉള്ള വെക്ടേഴ്സ്, ഇതാണ് എസ് ഉള്ള വെക്ടേഴ്സ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എം. അപ്പൊ ഈ വെക്ടേഴ്സിന്റെ ഏത് ലീനിയർ കോമ്പിനേഷൻ എടുത്താലും അത് ഡബ്ല്യു ഉണ്ടാവുമോ എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അത് ശരിയാണോ? നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ, നമ്മൾ ഒരു വെക്ടർ സ്പേസ് വി ഉണ്ട്, അതിൻ്റെ അകത്ത് നമ്മൾ ഒരു സെറ്റ് എസ് എടുത്തു. ഓക്കെ, ആ സെറ്റ് എസിലെ എലിമെന്റ്സ് ആണ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എം. എന്നിട്ട് ചോദ്യം ഇതാണ്, വെദർ ഈച്ച് ലിയർ കോമ്പിനേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു x1 ആൽഫ 1, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടാൽ മതി, എല്ലാ ലിയർ കോമ്പിനേഷൻസ്, അതായത് x1 ആൽഫ 1 എക്സെട്ര xm ആൽഫ എം. ഓക്കെ, വെർ xi ബിലോങ്സ് ടു സം ബിലോങ്സ് ടു ദ ഫീൽഡ് എഫ്. അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ ലിയർ കോമ്പിനേഷൻസും ഡബ്ല്യൂയിൽ ഉണ്ടാവുമോ എന്നാണ് ചോദ്യം. ഡബ്ല്യു സബ്സ്പേസ് അല്ലേ? അതെ, ഡബ്ല്യു അതിന്റെ ഡെഫിനിഷൻ ഡബ്ല്യു സബ്സ്പേസ് ആണ്, വെക്ടർ സ്പേസ് ആണ് അല്ലേ? അപ്പം നമ്മൾ അതിലുള്ള ഏത് എലിമെന്റ്സ് എടുത്തിട്ട് അതിന്റെ ലിയർ കോമ്പിനേഷൻ കണ്ടാലും ആ എലിമെന്റ്സ് ആ വെക്ടർ സ്പേസ് തന്നെ കാണും, ശരിയല്ലേ? നമ്മൾ ആൽഫയും നമ്മൾ ഒരു വെക്ടർ സ്പേസിനകത്ത് ആൽഫയും ബീറ്റ എടുത്തു കഴിഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ വിൽ ബിലോങ് ടു
വി, റൈറ്റ്, ക്ലോഷർ പ്രോപ്പർട്ടി. അപ്പൊ ഈ ആൽഫയെ നിങ്ങൾ വേറൊരു β1 പ്ലസ് β2 എടുക്കാം ഒരു വെക്ടർ ആയിട്ട്. അപ്പൊ ഈ വെക്ടറും വീലുണ്ടെങ്കിൽ β1 പ്ലസ് β2 പ്ലസ് β അതും വീലുണ്ടാവും അല്ലേ? ശരിയല്ലേ? ഇൻ സം സെൻസ് അപ്പൊ ഇത് ശരിയാണ് അല്ലേ? ശരിക്കും ഏത് ലീനിയർ കോമ്പിനേഷൻസ് നിങ്ങൾ ആൽഫ എടുക്കുകയാണെങ്കിൽ അത് ക്ലിയർലി ഡബ്ല്യൂയിൽ ഉണ്ടാവും. ഓക്കെ, നൗ നമുക്ക് എഴുതാം ദസ് ഡബ്ല്യു കണ്ടെയ്ൻസ് സെറ്റ് എൽ ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ എസ്. നമ്മൾ ആ സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ എസ് നമ്മൾ എല്ലാക്കി നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, നമ്മൾ എല്ലായിട്ട് ചൂസ് ചെയ്യണം. ഇവിടെ എന്താ പറയുക? ഡബ്ല്യു is subspace spanned by S and then each linear combination in S is clearly in W. Okay, is clearly in W. അപ്പൊ എന്ത് പറയാം? അപ്പോൾ ഇത് ശരിയാണോ? നമ്മൾ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യണം. എൽ എന്നുള്ള സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ എസ് ആയിട്ട് നമ്മളൊരു സെറ്റ് എൽ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇത് ശരിയാണോ ഈ സ്റ്റേറ്റ്മെന്റ്? ശരിയാണോ? ഇവിടെ നമ്മൾ ശരിയല്ല. എടുത്തിരിക്കുന്നത് ആൽഫ 1 ടു ആൽഫ എന്ന കേസിലുള്ളല്ലേ? അതെ. അപ്പം അതിന്റെ അപ്പോൾ ലീനിയർ ഇവിടെ കോമ്പിനേഷൻ എടുത്തിരിക്കുന്ന ആൽഫ ഇവിടെ ചോദ്യം ഇതല്ല. ചോദ്യം ചോദിച്ചാൽ എന്താണ്? എൽ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് വെക്ടേഴ്സ് ഇൻ എസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു ഡസ് ഇറ്റ് കണ്ടെയ്ൻ ദ സെറ്റ് എൽ എന്നാണ് ചോദ്യം. അതിന് സിമ്പിൾ ആയിട്ട് ആർഗ്യുമെന്റ് ഇത്രയേ ഉള്ളൂ. ഈ ആൽഫ നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തത് അല്ലേ? അപ്പൊ എല്ലാ എലിമെന്റ്സും അത് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് ഏതൊരു ലീനിയർ കോമ്പിനേഷൻ നിങ്ങൾ എടുത്താലും എന്താ പറയുന്നത്? അത് ഡബ്ല്യു ഉണ്ട് അല്ലേ? ഇതിൻ്റെ W is subspace spanned by S and each linear combination alpha is clearly in W. നമ്മളിപ്പോൾ പറഞ്ഞു, ശരിയാണെന്ന് പറഞ്ഞു. അത് നിങ്ങൾ ഏത് ലീനിയർ കോമ്പിനേഷൻ എടുക്കുകയാണ്, ഈ എലിമെന്റ്സിന്റെ എടുക്കുകയാണെങ്കിലും അത് W ഉണ്ട് അതിന്റെ മീനിങ് അല്ലെ? എല്ലാം നമ്മൾ എടുക്കുന്ന എന്താ? സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ എസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം W contains this set എന്ന് പറയാം. W contains the set L എന്ന് പറയാം. അപ്പോൾ അതൊരു സബ്സ്പേസ് ആണ്, എല്ലിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സബ്സ്പേസ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ദ സെറ്റ് എൽ ഓൺ ദ അതർ ഹാൻഡ് കണ്ടെയ്ൻസ് എസ് ആൻഡ് ഇസ് നോൺ എംപ്റ്റി. അത് ശരിയാണോ? എൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ എസ് ആണ്. അപ്പം എല്ലിൻ്റെ അകത്ത് അത് എസിനെ കണ്ടെയ്ൻ ചെയ്യുന്നില്ലേ? കാരണം എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും സം x1 ആൽഫ 1 പ്ലസ് x2 ആൽഫ 2 എക്സെട്ര പ്ലസ് xn ആൽഫ, നമ്മളിവിടെ എന്താ എടുത്തത്? ആൽഫ എം ഫോർ ഓൾ xi ബിലോങ്സ് ടു എഫ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻ പെർട്ടിക്കുലർ x1 നമ്മൾ 1ഉം ബാക്കി എല്ലാ xiസും 0 കൊടുത്താൽ നമുക്ക് ആൽഫ 1 കിട്ടും. x2 നമ്മൾ 1ഉം ബാക്കി എല്ലാ xiസും 0 കൊടുത്താൽ നമുക്ക് ആൽഫ 2 കിട്ടും. ഇൻ ദാറ്റ് സെൻസ് നമുക്ക് എന്ത് പറയാം? സെറ്റ് എൽ കണ്ടെയ്ൻസ് എസ് എന്ന് പറയും അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഫാക്ട് ആണ് അല്ലേ? എൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഈ വെക്ടേഴ്സിന്റെ എല്ലാ ലീനിയർ കോമ്പിനേഷൻ, സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് വെക്ടേഴ്സ് ആണ് എൽ എന്ന് പറയുന്നത്. അപ്പൊ ആ എല്ലിന്റെ അകത്ത് ഈ ആൽഫ 1 ആൽഫ 2 സിറ്റർ ആൽഫ ഉണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടല്ലോ അല്ലേ? കാരണം നമുക്ക് തന്നെ എടുക്കാമല്ലോ. കാരണം എക്സ് നിങ്ങൾ എന്ത് ചെയ്യണം? x1 നിങ്ങളിപ്പോൾ 1 എടുത്ത് ബാക്കി എല്ലാ xiസും നിങ്ങൾ 0 എടുക്കുകയാണ്, നമുക്ക് എന്ത് പറയാം? ആൽഫ 1 നിങ്ങളെ, കാരണം ഈ എലിമെന്റ് എവിടെയുള്ള എലിമെന്റ് ആണ്? ഈ എലിമെന്റ് എല്ലുള്ള എലിമെന്റ് ആണ്. ഈ എലിമെന്റ് എല്ലുള്ള എലിമെന്റ് ആണ്. ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ആണ് ആൽഫ 1 ആൽഫ 2 സിറ്റർ ആൽഫ എം. അപ്പൊ എന്ത് പറയാം? ഇപ്പൊ ഞാൻ x1 1ഉം x2 0 എടുത്താൽ എനിക്ക് എന്ത് പറയാം? x1 എവിടെ ഉണ്ട്? x1 എല്ലിലുണ്ട്. അതുപോലെ x2 ഞാൻ 1ഉം ബാക്കി എല്ലാ xiസും ഞാൻ 0 എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഇതൊക്കെ 0 ആയിപ്പോലെ. 0 ടൈംസ് ആൽഫ 1 0 ആവും. ഇവിടെയൊക്കെ ബാക്കി എല്ലാ എൻട്രീസും 0 ആവും. ഇവിടെ മാത്രം x2 ടൈപ്പ് 1 ടൈംസ് ആൽഫ 2, അതായത് ആൽഫ 2 എന്ന് വരും. അപ്പോൾ എന്ത് വരും? ആൽഫ 2 ബിലോങ്സ് ടു, സോറി ഇത് x1 അല്ല, ആൽഫ 1. അതുപോലെ ആൽഫ 2 ബിലോങ്സ് ടു എൽ എന്ന് കിട്ടും. സോ ഇൻ ദാറ്റ് സെൻസ് എസ് ഈസ് ഇൻ ഫാക്ട് കണ്ടെയ്ൻഡ് ഇൻ ദ സെറ്റ് എൽ. ഓക്കെ, സെറ്റ് എൽ ഓൺ ദ അതർ ഹാൻഡ് കണ്ടെയ്ൻസ് എസ് ആൻഡ് ഇസ് നോൺ എംപ്റ്റി. ഇനി അടുത്ത നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ, ഇഫ് ആൽഫ ബീറ്റ ബിലോങ്സ് ടു എൽ then and if ആൽഫയും ബീറ്റയും നമ്മൾ രണ്ട് എലിമെന്റ്സ് എല്ലിന് എടുക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത് എന്താ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ എൽ സബ്സ്പേസ് ഓഫ് വി നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ലാസ്റ്റിൻ്റെ എല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് പറയാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്ന വേറെ ഒന്നുമില്ല, എൽ ഈസ് എ
സബ്സ്പേസ് ഓഫ് വി നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, എൽ ഇസ് സബ്സ്പേസ് ഓഫ് വി നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് എലിമെന്റ്സ് ആൽഫയും ബീറ്റയും നമ്മൾ എൽ എന്ന് എടുക്കുകയാണ്. അപ്പം എൽ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് വെക്ടേഴ്സ് ഇൻ എസ് ആണ്. ഓക്കെ, വെക്ടേഴ്സ് ഇൻ എസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ നമുക്ക് എങ്ങനെ എഴുതാം? x1 ആൽഫ 1 പ്ലസ് x2 ആൽഫ 2 സെക്ടർ പ്ലസ് xm ആൽഫ എം ഓഫ് വെക്ടേഴ്സ് ആൽഫ ഇൻ എസ് എന്ന് എഴുതാം. ഇനി ബീറ്റയും നമ്മൾ എൽ നിന്ന് എടുത്തിരിക്കുന്നത് ഇറ്റ്സ് ഓൾസോ എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ എസ്. അപ്പം നമ്മൾ ബീറ്റ ഈസ് നമ്മൾ എസ് എന്ന് എടുക്കുകയാണെങ്കിൽ ബീറ്റ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. y1 ബീറ്റ 1 പ്ലസ് y2 ബീറ്റ 2 സെക്ടർ പ്ലസ് ym ബീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ലീനിയർ കോമ്പിനേഷൻസ് ആണ്. നമ്മൾ ഈ രണ്ട് എലിമെന്റ്സും ആൽഫയും ബീറ്റയും എൽ എന്ന് എടുക്കുന്നത്. എൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സെറ്റ് എസ് ലുള്ള എലിമെന്റ്സിന്റെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും. സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് എലിമെന്റ്സ് ഇൻ എസ് ഇസ് ആക്ച്വലി യുവർ ക്യാപിറ്റൽ എൽ. അപ്പം ഇത് രണ്ടും ഒബ്വിയസ്ലി ആൽഫയും ബീറ്റയും എൽ എന്നാണെങ്കിൽ നമുക്ക് രണ്ടിനും നമുക്ക് എസ് എലിമെന്റ്സ് ലീനിയർ കോമ്പിനേഷൻ ആക്കി നമുക്ക് എഴുതാൻ പറ്റണം. ആൽഫയും ബീറ്റയും ഇങ്ങനെ എഴുതാൻ പറ്റണം. ഇത് നമ്മൾ സബ്സ്പേസ് ആണ് എങ്ങനെ കാണിക്കുക? സബ്സ്പേസ് ആണ് കാണിക്കുക നമ്മൾ എന്ത് കാണിക്കുക? രണ്ട് എലിമെന്റ്സ് നമ്മൾ ആ സ്പേസിൽ നിന്ന് എടുത്തിട്ട് ആൽഫയും ബീറ്റയും എൽ നിന്ന് എടുത്തിട്ട് ഒരു സി നമ്മൾ ഫീൽഡിൽ നിന്ന് എടുക്കുക. എന്നിട്ട് സി ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു സെയിം എൽ തന്നെ കാണിക്കണം. അങ്ങനെ നമുക്ക് എൽ സബ്സ്പേസ് ആണെന്ന് പറയും. എന്തായിരുന്നു? എൽ സബ്സ്പേസ് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പം ഇവിടെ അപ്പൊ എൽ ഇത് ബിലോങ്സ് ടു എൽ എന്നതിന്റെ മീനിങ് എന്താ ശരിക്കും? സി ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു എൽ എന്ന് പറയുമ്പോൾ എന്താ പ്രോപ്പർട്ടി നമ്മൾ അവിടെ കാണിക്കേണ്ടത്? സബ്സ്പേസിന്റെ പ്രോപ്പർട്ടി എന്താ? അതും ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കണം. എവിടുത്തെ എന്തിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കണം? വെക്ടേഴ്സ് ഇൻ എസിന്റെ, അല്ലേ? നമ്മൾ ഇന്നലെ രണ്ട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, സബ്സ്പേസ് ആണോ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു R3/R ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആയിട്ട് ഉള്ളൊരു സ്പേസ് എടുത്തു. സബ്സ്പേസ് ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? നമ്മൾ ആൽഫയും ബീറ്റ എടുക്കുന്നു, എന്നിട്ട് സി ടൈംസ് ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കുമ്പോൾ ആ കിട്ടുന്ന ആ വെക്ടറിന്റെയും ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആണോ നമ്മൾ ചെക്ക് ചെയ്യും, അല്ലേ? ആ പ്രോപ്പർട്ടിയോടെ ഹോൾഡ് ചെയ്യുന്നോ ചെക്ക് ചെയ്യാം നമ്മൾ. അതുപോലെ ഇവിടെ എൽ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ എസ് ആണ്. അതൊരു സബ്സ്പേസ് ആണെന്ന് കാണിക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് രണ്ട് എലിമെന്റ്സ് നമ്മൾ ആൽഫയും ബീറ്റ എടുത്തു. ആൽഫ നമ്മൾ ഓൾറെഡി എലിമെന്റ്സ് ഇൻ എസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതി, ബീറ്റയും എലിമെന്റ്സ് ഇൻ എസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതി. നിങ്ങൾ സി ആൽഫ പ്ലസ് ബീറ്റ കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ആ സി ആൽഫ പ്ലസ് ബീറ്റ എന്ന എലിമെന്റും ഈ എസിലെ എലിമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. അത്രേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പറയാം ആ സെറ്റ് ഒരു സബ്സ്പേസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ആൽഫ എങ്ങനെ എടുത്തു, ബീറ്റ എങ്ങനെ എടുത്തു? ആൽഫ ഈസ് ആൻഡ് ബീറ്റ ഈസ് ആർ ഇൻ എസ് ഓൺലി, എസിലെ എലിമെന്റ്സ് ആണ്. അപ്പോൾ ഫോർ സം സ്കെയിലാർ സി ഇൻ എഫ്, സി ആൽഫ പ്ലസ് ബീറ്റ ജസ്റ്റ് ഇതിന്റെ രണ്ടിനെയും സം വരും. അതായത് സമേഷൻ ഐ ഈക്വൽ 1 to m സി ടൈംസ് എക്സ് ഐ ആൽഫ ഐ, അല്ലെ? സി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാത്തേ ഉള്ളൂ. ഇവിടെ സി ആൽഫ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈച്ച് എൻട്രി ആയിട്ട് നമ്മൾ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം ഇതിന് നമുക്ക് സമേഷൻ ഐ ഈക്വൽ 1 to m സി ഇൻറ്റു എക്സ് ഐ ആൽഫ ഐ പ്ലസ് സമേഷൻ ജെ ഈക്വൽ 1 to n, ഇവിടെ n എൻട്രീസ് ഉള്ളത്, സമേഷൻ ജെ ഈക്വൽ 1 to n വൈ ജെ ഇൻറ്റു ബീറ്റ ജെ എന്ന് കിട്ടും. അപ്പോൾ ഇതൊരു ഇത് കോൺസ്റ്റൻസ് ആണ്, ഇതും കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് ഏത് ഫോമിലുള്ളത്? അത് സി എക്സ് 1 ആൽഫ 1 പ്ലസ് സി എക്സ് 2 ആൽഫ 2 എക്സെട്ര പ്ലസ് ഈ എൻട്രീസ് എല്ലാം ഇവിടെ വരും, എം എൻട്രീസ് വരും. പിന്നെ y1 ബീറ്റ 1 പ്ലസ് y2 ബീറ്റ 2 എക്സെട്ര പ്ലസ് yn ബീറ്റ n വരും. അതായത് ഈ എലിമെന്റ്, ഈ വെക്ടർ ഒരു w ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ വെക്ടറും ഒരു ലീനിയർ കോമ്പിനേഷൻ തന്നെയാണ് ഓഫ് വെക്ടേഴ്സ് ഇൻ എസ്. കാരണം ആൽഫ എസും ബീറ്റ ജെസും എസിലെ വെക്ടേഴ്സ് തന്നെയാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ വെക്ടർ w നമുക്ക് ഇതേ സെറ്റിലെ എസിലെ എലിമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം എൽ ഒരു സബ്സ്പേസ് ആണ് വിന്റെ. എൽ ഒരു സബ്സ്പേസ് ആണ് വിന്റെ. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പ്രൂവ് ചെയ്തത്? നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി ക്രോഡീകരിക്കാം. അപ്പം നമുക്ക് കാണിക്കേണ്ട ഇതായിരുന്നു, സബ്സ്പേസ് സ്പാൻ ബൈ നോൺ ടി സബ്സെറ്റ് എസ് ഓഫ് എ വെക്ടർ സ്പേസ് ഇസ് എ സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ എസ് എന്നാണ്. അപ്പോൾ നമ്മളിവിടെ സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ എസ് നമ്മൾ എടുത്തത് എന്താണ്? എല്ലായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ സാധനം. അത് നമ്മൾ എല്ലായിട്ട് എടുത്തിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ എസ് നമ്മൾ എല്ലാക്കി എടുത്തിരിക്കുന്നത്. നമുക്ക് കാണിക്കേണ്ടത് സബ്സ്പേസ് സ്പാൻഡ് ബൈ ദ നോൺ ടി സബ്സെറ്റ് എസ്, അതായത് സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എല്ലാമാണ് നമുക്ക് കാണിക്കേണ്ടത്. ദ സബ്സ്പേസ് സ്പാൻഡ് ബൈ ദ നോൺ ടി സബ്സെറ്റ് എസ്
നമുക്ക് കാണിക്കേണ്ടത് L ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ കാണിക്കുന്നത്. വി ആർ ട്രൈങ് ടു ഷോ സ്പാൻ ഓഫ് S ഇസ് ഈക്വൽ ടു L. ഈ സ്പാൻ ഓഫ് S എന്താ സാധനം? അല്ലെങ്കിൽ സബ്സ്പേസ് സ്പാൻ ബൈ നോൺ എംപ്റ്റി സെറ്റ് നമ്മുടെ ഡെഫിനേഷൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞിരുന്നല്ലേ, സബ്സ്പേസ് സ്പാൻഡ് ബൈ set S is defined to be the intersection W of all subspace of V which contains S. എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സബ്സ്പേസുകളുടെയും ഇന്റർസെക്ഷൻ ആണ് സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണിക്കേണ്ടത് ശരിക്കും എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സബ്സ്പേസുകളുടെയും ഇന്റർസെക്ഷൻ ആണ് എൽ എന്ന് നമുക്കിവിടെ കാണിക്കണം അല്ലേ. എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സബ്സ്പേസുകളുടെയും ഇന്റർസെക്ഷൻ ആണ് എൽ എന്ന് കാണിക്കണം. അതല്ല ഡെഫിനിഷൻ. സബ്സ്പേസ് സ്പാൻ ബൈ എസ് ഇസ് നത്തിങ് ബട്ട് the intersection of subspace of V which contains S. അതായത് എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വിന്റെ എല്ലാ സബ്സ്പേസുകളുടെ ഇന്റർസെക്ഷൻ ആണ് എന്ത്? എൽ, ദ സെറ്റ് ഓഫ് ഓൾ റിയൽ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ എസ്. അത് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത് ശരിക്കും. അപ്പോൾ നമ്മളിവിടെ ആർബിട്രറി ഒരു W എടുത്തുകൂടെ എസ് സ്പാൻ ചെയ്യുന്ന ഒരു ആർബിട്രറി സെറ്റ് നമ്മൾ W എടുത്തു. അതായത് നമ്മൾ കാണിച്ചത് എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ കാണിച്ചു W കണ്ടെയ്ൻസ് എൽ എന്ന് കാണിച്ചു. W കണ്ടെയ്ൻസ് എൽ എന്ന് എടുത്തു. അതായത് എസ് സ്പാൻ ഓഫ് എസ്, അതായത് എന്താ പറയുക, W is actually taken as subspace span by S. ഓക്കെ, എന്നിട്ട് L നമ്മൾ കണ്ടെയ്ൻഡ് ഇൻ W എന്ന് കാണിച്ചു. അതായത് നമ്മളിവിടെ L സബ്സ്പേസ് ആണെന്ന് കാണിച്ചു, സബ്സ്പേസ് ഓഫ് V എന്ന് കാണിച്ചു. ഇത്ര നമ്മൾ കാണിച്ചു. ഇപ്പം ഇനി സോ L is a subspace of V that contains S and any subspace which contains S contains L. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി കാണിച്ചു L സബ്സ്പേസ് ആണെന്ന് കാണിച്ചു, V എന്ന് കാണിച്ചു. നമുക്ക് ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞു L കണ്ടെയ്ൻസ് S. L കണ്ടെയ്ൻസ് S കാരണം എസിലെ എല്ലാ എലിമെന്റ്സും L ഉണ്ടാവും അല്ലേ. അത് നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് ഇവിടെ അത് രണ്ട് ഒരുമിച്ച് കൂട്ടിയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് L is a subspace of V that contains S. L is a subspace of V that contains S and any subspace which contains S contains L. അതെവിടെ നമുക്ക് കിട്ടുന്നത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളിവിടെ ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ എഴുതിയിട്ടുണ്ട്. എനി സബ്സ്പേസ്, എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് സബ്സ്പേസും കണ്ടെയ്ൻസ് എൽ എന്ന്. അതാണ് നമ്മൾ ആദ്യം ഇവിടെ പ്രൂവ് ചെയ്തത്. നമ്മൾ W എടുത്തു. W ഒബ്വിയസ്ലി സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ്. അപ്പോൾ എന്തായാലും എസ് W ഉണ്ടാവും. അപ്പം നമ്മൾ കാണിച്ചത് എന്താ വെച്ചാൽ W കണ്ടെയ്ൻസ് എൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതായത് എനി സബ്സ്പേസ് വിച്ച് കണ്ടെയ്ൻസ് എസ് കണ്ടെയ്ൻ, അവിടെ നമ്മൾ എടുത്ത W ആർബിട്രറി ആയിരുന്നു, പെർട്ടിക്കുലർ W അല്ല നമ്മൾ എടുത്തത്, ആർബിട്രറി W എടുത്തത്. അതായത് എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് W എടുത്താലും ഇറ്റ് കണ്ടെയ്ൻസ് എൽ നമ്മൾ കാണിച്ചു. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടിയും ഉണ്ടെങ്കിൽ, അതായത് L is a subspace of V that contains S. ഓക്കെ, L is a subspace of V that contains S and any subspace which contains S contains L. ഇത് രണ്ടും കൂടി നമുക്ക് ഇത് പറയാൻ പറ്റുമോ? L is intersection of all subspaces containing S. കാരണം അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പ്രൂഫ് കഴിഞ്ഞു. അങ്ങനെ നമുക്ക് ഇങ്ങനെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം L is subspace spanned by the set S എന്ന് പറയാൻ പറ്റും. അപ്പം L is intersection of all subspaces containing S എന്ന് നമുക്ക് ഈ ഒരു നമ്മളിപ്പോൾ ഈ കാണിച്ച രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് കിട്ടുമോ? രണ്ട് ഓപ്ഷൻസ് നമുക്ക് കിട്ടുമോ? അപ്പം ഇവിടെ വരച്ചിട്ടുണ്ട്. അതായത് ഒന്നുകൂടി നമ്മുടെ അടുത്തൊരു വെക്റ്റർ സ്പേസ് ഉണ്ട് V, S നമ്മളൊരു സെറ്റ് എടുത്തു and we are getting L is a subspace of V that contains S. S-നെ കണ്ടെയ്ൻ ചെയ്യുന്ന, ഈ S സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സബ്സ്പേസ് ആണ് നിങ്ങളെ L. ഓക്കെ, ജസ്റ്റ് S-നെ കണ്ടെയ്ൻ ചെയ്യുന്ന സബ്സ്പേസ് ആണ് നിങ്ങളെ L ആൻഡ് എനി സബ്സ്പേസ് വിച്ച് കണ്ടെയ്ൻസ് എസ്. എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് സബ്സ്പേസും L കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. അതായത് നിങ്ങൾ എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സബ്സ്പേസ് നിങ്ങൾ എടുത്തു W1, അപ്പൊ അതിൻ്റെ അകത്ത് L ഉണ്ട് എന്നാ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ വേറെ സബ്സ്പേസ് എടുത്തു എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന, ഇതിനകത്ത് W2, അങ്ങനെ എടുത്താലും അതിൻ്റെ അകത്ത് L ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ മീനിങ് എന്താ? എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സബ്സ്പേസുകളിലും L ഉണ്ട്. അപ്പൊ അതിന്റെ ഇന്റർസെക്ഷൻ എടുത്ത് എന്താ വരിക? ആ സബ്സ്പേസ് തന്നെ വരില്ലേ? എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സബ്സ്പേസുകളിലും L ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിന്റെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ
ഓൾ സബ്സ്പേസസ് കണ്ടെയ്നിങ് എസ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ആ എൽ തന്നെ കിട്ടും. കാരണം ഈ സംഭവം ഈ എൽ എല്ലാ ഡബ്ല്യൂസിലും ഉണ്ട്. ഡബ്ല്യു ഇസ് സബ്സ്പേസ് വിച്ച് കണ്ടെയ്ൻസ് എസ് ഓഫ് വി. അപ്പം നമുക്ക് എന്താ കിട്ടുക? എൽ ഇസ് ഇന്റർസെക്ഷൻ ഓഫ് ഓൾ സബ്സ്പേസസ് കണ്ടെയ്നിങ് എസ്. ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മൾ ഡെഫിനേഷൻ ഉപയോഗിക്കാം. അത് സബ്സ്പേസ് സ്പാൻ ബൈ എ സെറ്റ് എസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, സെറ്റ് ഓഫ് എന്തായിരുന്നു ഡെഫിനേഷൻ? ആ ഡെഫിനേഷൻ ഉപയോഗിച്ച് നമ്മൾ പ്രൂഫായി. അതായത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സെറ്റ് ഓഫ് ഓൾ സബ്സ്പേസസ് ഓഫ് വി വിച്ച് കണ്ടെയ്ൻസ് എസ്. എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സബ്സ്പേസസും അതിന് ഇന്റർസെക്ഷൻ ആണ് നമ്മുടെ എൽ ആയിട്ട് വരിക. അപ്പോൾ ഇൻ ദിസ് കേസ് എൽ ഇസ് ഇന്റർസെക്ഷൻ നമ്മൾ കാണിച്ചത് എന്താ വെച്ചാൽ എൽ ഇസ് ഇന്റർസെക്ഷൻ ഓഫ് ഓൾ സബ്സ്പേസസ് കണ്ടെയ്നിങ് എസ് എന്ന് കാണിച്ചു. അപ്പോൾ ബൈ ഡെഫിനിഷൻ എൽ ഇസ് എ സബ്സ്പേസ് സ്പാൻ ബൈ ദ സെറ്റ് എസ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. അതായത് സബ്സ്പേസ് സ്പാൻഡ് ബൈ നോൺ എംപ്റ്റി സബ്സെറ്റ് എസ് ഇസ് നത്തിങ് ബട്ട് എ സെറ്റ് ഓഫ് ഓൾ ലിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ എസ് എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതാണ് ഒരു ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിക്കും എന്താ പറയാ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ചെയ്ത് നോക്കിയ റിസൾട്ട്സിലൊക്കെ ഈ ഒരു ഐഡിയ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ സ്പാൻ ഓഫ് എസ് പെട്ടെന്ന് നിങ്ങളോട് എന്താ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊന്നുമില്ല, എസ്സിലെ എലിമെന്റ്സ് എടുക്കുക, എന്നിട്ട് ആ എലിമെന്റ്സിന്റെ എല്ലാ ലിയർ കോമ്പിനേഷൻസും സെറ്റ് ഓഫ് ഓൾ ലിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ എസ് ആണ് സ്പാൻ ഓഫ് എസ്, അല്ലെങ്കിൽ ലീനിയർ സ്പാൻ ഓഫ് എസ്, അല്ലെങ്കിൽ സബ്സ്പേസ് സ്പാൻ ബൈ എസ്. ഇതെല്ലാം വെച്ച് നമുക്ക് അതിനെ വിളിക്കാൻ പറ്റും. ഓക്കെ, സോ ഇൻ ദിസ് കേസ് ഇതെങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യാം? ഇപ്പോൾ ഞാൻ എനിക്കൊരു സ്പേസ് തന്നു R3/R, ഒരു വെക്ടർ സ്പേസ് വന്നു R3/R. ചോദ്യം ഇതാണ്, അപ്പോൾ എസ് നമുക്ക് നോക്കിയാൽ എസ് സബ്സെറ്റ് ഓഫ് ആർ ആണ് എടുത്തിരിക്കുന്നത്, R3 എടുത്തിരിക്കുന്നത്. അതായത് 3 വെക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്, 1 0 0 0 1 0 and 1 1 0 എന്ന് എടുത്തിരിക്കുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ 2 3 4 എന്ന വെക്ടർ ഈ ലീനിയർ സ്പാൻ ഓഫ് എസിലുണ്ടോ എന്നാണ് ചോദ്യം. അതെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റാം? 2 3 4 എന്ന വെക്ടർ ഈ ലീനിയർ സ്പാൻ ഓഫ് എസിലുണ്ടോ എന്നാണ് ചോദ്യം. നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റാം? എങ്ങനെ ഒന്നുകൂടി പറയാം. ആദ്യം ലീനിയർ കോമ്പിനേഷൻ കാണല്ലേ എസിന്റെ? എസിന്റെ ലീനിയർ കോമ്പിനേഷൻ കണ്ടിട്ട് എന്നിട്ട് അതില് ആ കോൺസ്റ്റന്റിന് വാല്യൂ കൊടുത്താൽ ഈ 2 3 4 കിട്ടും, അങ്ങനെയാണോ? അതെ. കാരണം ഈ വെക്ടർ ലീനിയർ സ്പാൻ ഓഫ് എസിൽ ഉണ്ടെങ്കിൽ എന്താ പ്രോപ്പർട്ടി ഉണ്ടാവുക? ഈ വെക്ടറിനെ നമുക്ക് ഈ 3 വെക്ടേഴ്സിന് ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. സിമ്പിൾ ആയിട്ടൊരു കാര്യമല്ലേ? അപ്പം 2 3 4 നമുക്ക് ഒരു മിനിറ്റ്, 2 3 4 എന്ന വെക്ടറിനെ നമുക്ക് 3 വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ 3 വെക്ടേഴ്സ് 1 0 0 0 1 0 and 1 1 0, 1 0 0 0 1 0 and 1 1 0. ഈ 3 വെക്ടേഴ്സിനെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റുന്ന ചോദ്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ വെക്ടർ ബിലോങ്സ് ടു സ്പാൻ ഓഫ് എസ്. അതായത് ഇതാണ് നമ്മൾ എസ് കണ്ടെയ്നിങ് നത്തിങ് ബട്ട് ദീസ് 3 വെക്ടേഴ്സ്, 3 വെക്ടേഴ്സ്. അപ്പം ഇവിടെ അപ്പം എങ്ങനെ ചെക്ക് ചെയ്യാം? സിമ്പിൾ ആണ്. നമുക്ക് ജസ്റ്റ് ഒരു എയും ഒരു കോൺസ്റ്റൻസ് കൊടുക്കുക. അപ്പൊ ഇത് സ്പാനിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് സൊല്യൂഷൻ കിട്ടും അല്ലേ? സ്പാനിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയും ബിയും സിയും കാണാൻ പറ്റും അവിടെ. അപ്പോൾ ഇവിടെ നിന്ന് എന്താ കിട്ടുക? നമുക്ക് ശരിക്കും നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷനാണ് കിട്ടുക അവിടെ. അതായത് a into 1 plus b into 0 plus c into 1 will be equal to 2 എന്ന് കിട്ടും അല്ലേ? അതുപോലെ a into 0 plus b into 1 എന്ന് പറഞ്ഞാൽ b വരും, പ്ലസ് c into 1, b plus c എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? 3 കിട്ടണം. അതുപോലെ അവസാനത്തെ എന്താ വരുന്നത്? a into 0 plus b into 0 plus c into 0 4 കിട്ടണം. അതായത് a into 0 plus b into 0 plus c into 0 നിങ്ങൾക്ക് 4 കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക ഇവിടെ? ഇത് ഈ സ്പാനിലുണ്ടോ? ഈ എലിമെന്റ്, ഈ 2 3 4 എന്ന എലിമെന്റ് സ്പാൻ ഓഫ് എസിലുണ്ടോ? എസ് എന്താണ്? 1 0 0 0 1 0 1 1 0, ഇതാണ് നമ്മൾ എസ്. അപ്പോൾ അത് ശരിയാണോ? ഡസ് ഇറ്റ് ബിലോങ് ടു സ്പാൻ ഓഫ് എസ്? ഇല്ല, സ്പാനിൽ ഉണ്ടാവില്ലല്ലോ. സ്പാനിലുണ്ടാവും. കാരണം ഇത് നമുക്ക് ഒരിക്കലും കിട്ടില്ല അല്ലേ? ഒരു 0 equal to 4. എയും ബിയും സിയും കിട്ടണം. അതെ, 3 എയും ബിയും സിയും കിട്ടണം എഫ് എന്ന്. ഫോർ വിച്ച് ഇത് ചെയ്താൽ നമുക്ക് 4 കിട്ടണം. ഒരിക്കലും കിട്ടില്ല. കാരണം a into 0 b into 0 c into 0 നമുക്ക് 0 വരുന്നുണ്ട് എപ്പോഴും.
that means it is not possible. അപ്പോൾ this does not belong to the span of S. It does not belong to the span of S. ഇനി വേറെ എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. F is a subfield of the field C of complex numbers. Okay. And V is a vector space of all 2x2 matrices over F. Okay. V നമ്മളൊരു വെക്ടർ സ്പേസ് എടുക്കുകയാണ്, 2x2 matrices over F ആയിട്ട് വെക്ടർ സ്പേസ് എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ W1 W2 ഡിഫൈൻ ചെയ്തു. ഓക്കെ, W1 W2 ഡിഫൈൻ ചെയ്തു. നമ്മൾ എടുത്തിരിക്കുന്ന എഫ് എന്താണ്? എഫ് ഈസ് ആക്ച്വലി സബ് ഫീൽഡ് ഓഫ് ഫീൽഡ് സി, അതായത് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഒരു സബ് ഫീൽഡ് ആണ്. അപ്പം റിയൽ നമ്പേഴ്സ് ആവാം, റാഷണൽസ് ആവാം, അല്ലേ? അപ്പം അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് തന്നെ ആവാം, സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നെ ആവാം. അപ്പം ഈ W1 W2 എടുക്കുന്നത് നമ്മൾ എങ്ങനെയാണ്? സെറ്റ് ഓഫ് ഓൾ മെട്രിസസ് ഓഫ് ദ ഫോം XYZ0, ഇത് Z ആണ്, 2 അല്ല, XYZ0 where XYZ belongs to F. XYZ belongs to F, and W2 is nothing but set of all X0 0Y where XY belongs to F. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് സബ്സ്പേസസ് ആണോ? ഇത് രണ്ട് സബ്സ്പേസ് ആണോ? W1 W2 സബ്സ്പേസ് ആണോ ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് രണ്ട് എലിമെന്റ്സ് ഇവിടുന്ന് എടുക്കുക, ആൽഫയും ബീറ്റ എടുക്കുക W1, എന്നിട്ട് ഒരു C നിങ്ങൾ F എന്ന് എടുക്കുക, ബീറ്റ ബിലോങ്സ് ടു W1 കിട്ടണം. അത്രേ ഉള്ളൂ. അതുപോലെ W2 അത് കിട്ടുമോ? നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ രണ്ടും നിങ്ങൾക്ക് യെസ് തന്നെ കിട്ടും. നമ്മളൊക്കെ ഇത് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്, ഈ മെട്രിസസ് 2x2 വെച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് സബ്സ്പേസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, രണ്ട് സബ്സ്പേസസ് ആണെങ്കിൽ ഇന്റർസെക്ഷൻ ഇപ്പോഴും സബ്സ്പേസ് ആയിരിക്കും. അപ്പോൾ ഇതും സബ്സ്പേസ് ആയിരിക്കും, ഇതും സബ്സ്പേസ് ആയിരിക്കും. ഇതും കൂടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, W1 plus W2. പക്ഷെ ഇവിടെ ഈ W1 plus W2 സ്പേസ് എന്താ ഈ കേസിൽ? അല്ല, എലിമെന്റ്സ് എങ്ങനെയാ ഉണ്ടാവുക? എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് W1 plus W2? നിങ്ങൾ എന്തെല്ലാം ജസ്റ്റ് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ പ്രൂഫ് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്, സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതില് ഉള്ള എലിമെന്റ്സിന്റെ ഫോം എങ്ങനെയാ വെച്ചാൽ ഒരു ABCD ഫോമിലാണ് ഇതിലുള്ള എലിമെന്റ്സ്. സോറി, W2 എലിമെന്റ്സിന്റെ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. ഒരു X0 എടുക്കാം, വേറെ ഒന്ന് വേരിയബിൾ എടുക്കാം, കുഴപ്പമില്ല. ഒരു D0 ഈ ഫോമിലാണ്. ഓക്കെ, അപ്പം നമ്മൾ എടുക്കുന്നത് എന്താ വെച്ചാൽ ഇത് ഇങ്ങനത്തെ എലിമെന്റ്സ് ആണ് W1 ഉള്ളത്. അതായത് ഈ A22 എലിമെന്റ് എപ്പോഴും 0 ആയിരിക്കും, മറ്റേതൊക്കെ 0 ആവാം, ആവാതിരിക്കാം. ഇതിൽ W2 എലിമെന്റ് ആണ്. W2 എലിമെന്റ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ A12 എലിമെന്റും A21 എലിമെന്റും 0 ആയിരിക്കും. അപ്പം ഇങ്ങനത്തെ എല്ലാ എലിമെന്റ്സും W2, ഇങ്ങനത്തെ എല്ലാ മെട്രിസസും W2 വരും. അപ്പൊ W1 plus W2 എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ എലിമെന്റ്സ് ഓഫ് ദിസ് ഫോം A plus B C0 plus D0 0E. അത് വേറെ ഒന്നല്ല, A plus D B C E എന്ന് വരും. അപ്പം A plus D എനിക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയാ, കാരണം എയും ഡിയും ഇവിടെ നമ്മൾ എന്താണോ എടുക്കുന്നത്, ഫീൽഡ് എന്താണോ എടുക്കുന്നത് അതനുസരിച്ച് അവിടെ വരും. എയും ഡിയും ആ ഫീൽഡിലാണെങ്കിൽ A plus D ആ ഫീൽഡ് തന്നെ ഉണ്ടാവും, അല്ലേ? അപ്പൊ ഇത് ശരിക്കും W1 plus W2 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ശരിക്കും ഈ ഒരു സ്പേസ് എന്തായിരിക്കും? ഇത് ജനറേറ്റ് ചെയ്യുന്ന സ്പേസ് എന്തായിരിക്കും? അത് വേറൊന്നല്ല, ഈ സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിസസ് ഈ സെയിം ഫീൽഡ് ആയിരിക്കും, ഈ സെയിം V തന്നെ നമുക്ക് കിട്ടുക. അവിടെ നമ്മൾ എടുത്തിരിക്കുന്ന സെയിം V ആ കിട്ടുക. ഓൾ സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിസസ് ഓവർ ദ ഫീൽഡ് F. അതായത് എല്ലാ എൻട്രീസും നമുക്ക് ജനറേറ്റ്, ഇങ്ങനത്തെ എല്ലാ മെട്രിക്സും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ A plus D എന്ന വേറൊരു F ആണ്, ഒരു എലിമെന്റ് ആണ്, അല്ലെ? അതൊരു പെർട്ടിക്കുലർ എലിമെന്റ് ആണ്. നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എലിമെന്റ് കിട്ടും. ഇപ്പോൾ സെറ്റ് ഓഫ് ഓൾ എലിമെന്റ്സ് ഓഫ് ദിസ് ഫോം വേർ FBCE ബിലോങ്സ് ടു യുവർ ഫീൽഡ്. അങ്ങനെ ആകുമ്പോൾ എന്താ, ഓട്ടോമാറ്റിക്കലി എന്തായി, ഇത് ജസ്റ്റ് നമ്മൾ സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിസസ് എന്നായി, വെക്ടർ സ്പേസ് ഓഫ് സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിസസ് ഓവർ ദ ഫീൽഡ് F എന്നായി മാറും. അപ്പൊ ശരിക്കും ഈ കേസിൽ W1 plus W2 പറഞ്ഞാൽ വേറെ ഒന്നല്ല, നിങ്ങൾ V തന്നെയാണ് വരിക. ഈ കേസിൽ V തന്നെയാണ് വരിക. ഈ W1 plus W2 നിങ്ങൾക്ക് വേറെ രീതിയിലൂടെ എഴുതാൻ പറ്റും. അത് ശരിക്കും സ്പാൻ ഓഫ് W1 യൂണിയൻ W2 ആണ്. അതായത് W1ഉം W2ഉം
രണ്ട് സെറ്റുകളുടെ യൂണിയന്റെ സ്പാൻ അല്ലെങ്കിൽ ലീനിയർ സ്പാൻ ആയിരിക്കും W1 പ്ലസ് W2. ഇത് നിങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കണം. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. ഇത് ജസ്റ്റ് ഇപ്പോൾ ഇത് ഇത്രയും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഒരു ഡെഫിനേഷൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആവും. കാരണം സ്പാൻ ഓഫ് W1 യൂണിയൻ W2 പറഞ്ഞിട്ടുണ്ടെങ്കിൽ W1ലെയും W2ലെയും എലിമെന്റ്സിന് എല്ലാ ലീനിയർ കോമ്പിനേഷൻസും ആണ് വേണ്ടത്. W1 W2 എലിമെന്റ്സിന്റെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? നമുക്ക് എന്ത് കിട്ടും? ഈ കേസ് നമുക്ക് V തന്നെ കിട്ടും. സെയിം വെക്ടർ സ്പേസ് V തന്നെ കിട്ടും. അപ്പം ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഇതിൻ്റെ അകത്ത് ഈ ഒരു കേസിൽ നമുക്ക് സപ്പോസ് എഫ് നമ്മൾ 6 ആക്കി ഫിക്സ് ചെയ്തെന്ന് വിചാരിക്കും. ഓക്കെ, ഞാൻ 6 ആയിട്ട് ഫിക്സ് ചെയ്തു. ഓക്കെ, V is vector space of 2x2 matrices over the field R. 6 ആക്കി ഫിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു V ആന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ പറയുന്നു V ആണ് ഈ കിട്ടുന്ന W1 പ്ലസ് W2 V ആന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ എലിമെന്റ്, അതായത് -100, 20, 32, 56, ഈ എലിമെന്റ് ഇതൊരു എലിമെന്റ് ആണല്ലോ നമ്മളെ വിയിലുള്ള. ഈ എലിമെന്റ് ഇതിലുണ്ടോ? W1 പ്ലസ് W2 ഉണ്ടോ? ഈ എലിമെന്റ്, ഈ ഒരു വെക്ടർ, ഈ വെക്ടർ ഈ സ്പേസിലുണ്ടോ? W1 പ്ലസ് W2 എലിമെന്റ്സിന്റെ ഫോം എന്താണ്? ഇതാണ് അതിന്റെ ഫോം. അപ്പൊ എന്റെ ചോദ്യം ഇതായിരുന്നു, നിങ്ങൾക്ക് ഈ വെക്ടറിനെ ഈ സ്പേസിൽ കിട്ടുമെന്ന ചോദ്യം ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞു രണ്ടും സെയിം ആണെന്ന് പറഞ്ഞു. ആർബിട്രറി ആയിട്ട് ഞാൻ ഒരു എലിമെന്റ് V എടുത്തിട്ട് നിങ്ങൾക്ക് അത് ഇതിലുണ്ടെങ്കിലല്ലേ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇറ്റ് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ എന്ന് പറയാൻ പറ്റും നമുക്ക്. അപ്പൊ ഇതിന്റെ അകത്ത് എന്താ പറയാം, ഇതിനെങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? W1 എലിമെന്റ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ എലിമെന്റ് 0 ആയിരിക്കണം, എന്തായാലും കമ്പൽസറി 0 ആയിരിക്കണം. ബാക്കി 3 നോൺ 0 ആവാം, 0 ആവാം. പ്ലസ് ഒരു എലിമെന്റ് ഇൻ W2 ആയിരിക്കണം. അപ്പൊ W2 എലിമെന്റ്സ് പ്രത്യേകിച്ച് ഇവിടെയും 0 ആയിരിക്കണം അല്ലേ? അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ എലിമെന്റ്സ് അവിടെ ഫില്ല് ചെയ്യുക? അപ്പൊ ഇവിടെ എന്തായാലും 0 ആയിരിക്കണം. അപ്പൊ ഇവിടെ 56 വരണമെങ്കിൽ ഇവിടെ എന്തായാലും 56 ആയിരിക്കണ്ടേ? ഇതാണ് നമ്മളെ സ്മോൾ W1, ഇതാണ് നമ്മളെ സ്മോൾ W2. ഇനി ഇവിടെയും ഈ ടൈപ്പ് ഓഫ് W2 ഇവിടെയും 0 ആയിരിക്കണം കമ്പൽസറി. പക്ഷെ നമുക്കിത് രണ്ട് മെട്രിക്സും ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ രണ്ട് മെട്രിക്സും ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെയും 32ഉം 20ഉം വരണം. അപ്പൊ ഇവിടെ 20 ചൂസ് ചെയ്യണം, ഇവിടെ 32 ചൂസ് ചെയ്യണം. അതെ, പോസിബിലിറ്റി പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണം? ഇവിടെ നിങ്ങൾക്ക് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ -100 കിട്ടും. അത് നിങ്ങൾക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ 0 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ -100 കിട്ടും, ഇവിടെ -50 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ -50 കിട്ടും. ദാറ്റ് മീൻസ് എനി എലിമെന്റ്, നിങ്ങൾ ഇങ്ങനത്തെ ഏതൊരു എലിമെന്റ് നിങ്ങൾ എനിക്ക് തന്നാലും, നിങ്ങൾ V എനിക്ക് തന്നാലും, ഐ ക്യാൻ ഷോ യു ദിസ് തിങ്. എനിക്കിത് നിങ്ങൾക്ക് ചെയ്ത് തരാൻ പറ്റും, ചെയ്ത് കാണിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇൻ ദിസ് കേസ് W1 പ്ലസ് W2 പറഞ്ഞാൽ ശരിക്കും അത് V തന്നെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, so now we'll just move on to the concept of basis and dimension. നമ്മളൊരു വെക്ടർ സ്പേസ് ഓവർ ഫീൽഡ് F നമ്മൾ എടുത്തു, എന്നിട്ട് നമ്മൾ അതിന്റെ ബേസിസും ഡയമെൻഷനും ഡിഫൈൻ ചെയ്യാൻ പോകണം. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഈ ബേസിസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ലീനിയർ ഇൻഡിപെൻഡൻസ് കോൺസെപ്റ്റ് അറിയണം, എന്നാലേ നമുക്ക് ബേസിസ് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം V ഒരു വെക്ടർ സ്പേസ് ഓവർ ഫീൽഡ് F ആണ്. ആൻഡ് സബ്സെറ്റ് S of V is set to be linearly dependent. നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഡിപെൻഡൻസ് ആണ്. ഇത് ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻസ് അല്ല ഡിഫൈൻ ചെയ്യുന്നത്, ഡിപെൻഡൻസ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഡിപെൻഡന്റ് അല്ലാത്ത വെക്ടേഴ്സ് എല്ലാം അവർ ഇൻഡിപെൻഡന്റ് എന്നാണ് പറയുന്നത്, അങ്ങനെ അവർ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് സെയിം ഫോളോ ചെയ്യാം. സോ V be a vector space over the field F. A subset S of V is said to be linearly dependent. ഒരു സെറ്റ് എസ് ലീനിയർലി ഡിപെൻഡന്റ് എപ്പോഴാണ് ആവുക എന്നാണ് ചോദിക്കുന്നത്. ഇഫ് ദർ എക്സിസ്റ്റ് ഡിസ്റ്റിങ്ക്ട് വെക്ടേഴ്സ് α1, α2, etc., αn in S and scalars C1, C2, etc., Cn in F, not all which are 0 such that this combination is equal to 0. അതായത് നമുക്ക് ഈ α1, α2, etc., αn എവിടെ എലിമെന്റ്സ് ആണ്? എസിലെ ഡിസ്റ്റിങ്ക്ട് വെക്ടേഴ്സ് ആണ്. ഈ സെറ്റ് എസിലുള്ള ഡിസ്റ്റിങ്ക്ട് വെക്ടേഴ്സ് ആണ്. സോ S contains α1, α2, etc.,
ആൽഫ n. ഇതാണ് നമ്മളെ എസ്. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് ദിസ് എസ് ഇസ് ആക്ച്വലി ലീനിയർലി ഡിപെൻഡന്റ്. ഈ സെറ്റ് ലീനിയർലി ഡിപെൻഡന്റ് സെറ്റ് എന്ന് വിളിക്കണമെങ്കിൽ for if there exists distinct vectors alpha 1, alpha 2, etc., alpha n in S, and some scalars c1, c2, etc., cn in F, not all of them are zero. അതായത് അറ്റ്ലീസ്റ്റ് ഒരു നോൺ സീറോ എൻട്രിയെങ്കിലും ഇതിലുണ്ടാവും. എല്ലാം സീറോസ് എന്തായാലും ആവില്ല. അങ്ങനത്തെ ഒരു കേസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് ഇങ്ങനത്തെ കുറച്ച് സി ഐസും നിങ്ങൾക്ക് കിട്ടുകയാണ്, ഫോർ വിച്ച് ഈ ലീനിയർ കോമ്പിനേഷൻ യു ക്യാൻ റൈറ്റ് ആസ് സീറോ. ആ ഒരു കേസ് വരുമ്പോൾ നമ്മൾ എന്താ പറയുക, ഇതൊരു ലീനിയർലി ഡിപെൻഡന്റ് സെറ്റ് ആണ് പറയും. അതായത് നോട്ട് ഓൾ സി ഐസ് സീറോ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ലീനിയർ കോമ്പിനേഷൻ സീറോ ആക്കാൻ പറ്റുകയാണെങ്കിൽ, എല്ലാ സി ഐസിയും അറ്റ്ലീസ്റ്റ് ഒരു സി ഐ എങ്കിലും നോൺ സീറോ ഉണ്ടാവണം. എല്ലാ സി ഐ ഒരിക്കലും സീറോ ആകാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് സി ഐസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ലീനിയർ കോമ്പിനേഷൻ സീറോ ആക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പറയാം ആ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ലീനിയർലി ഡിപെൻഡന്റ് ആണ്. ഫൈനൈറ്റ് കേസ് നമ്മൾ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഈ വെക്ടേഴ്സിന് ലീനിയർലി ഡിപെൻഡന്റ് എന്ന് പറയും. ഇല്ലെങ്കിൽ നമ്മൾ എന്തായിരുന്നു എന്തോ അടുത്ത സ്റ്റെപ്പിംഗ് വന്നപ്പോൾ സ്റ്റക്ക് ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അല്ല ഇപ്പൊ ഓക്കെ ആയി. ഞാനിപ്പം ഇന്നലെ ഞാൻ ഇരുന്ന സ്ഥലത്തല്ല ഇപ്പൊ ഉള്ളത്. ഞാനിപ്പോ വേറെ സ്ഥലത്താണ്. ഇവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ടോ എനിക്ക് അറിയില്ല. ഞാൻ എന്തായാലും മുകളിലാണ് വന്നിരിക്കുന്നത്. ഇതുവരെ പ്രശ്നമൊന്നുമില്ല. ഇനി ഇവിടെ ചെറുതായിട്ട് റേഞ്ചിൻ്റെതായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ്, ലീനിയർലി ഡിപെൻഡന്റ് ആയിട്ടുള്ള സെറ്റിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്കൊരു വെക്ടർ സ്പേസ് എടുക്കാം. ഒരു വെക്ടർ സ്പേസ് P3 of x. ഓക്കെ, ഈ Pn of x ഓവർ ആർ എടുക്കാം നമുക്ക്, ഓവർ ദ ഫീൽഡ് ആർ. അതായത് ഇവിടെ നമ്മൾ എടുക്കുന്നത് Pn of x എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി അറ്റ്മോസ്റ്റ് n ആണ്. സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി അറ്റ്മോസ്റ്റ് n ആയിട്ടുള്ള കോഎഫിഷ്യൻസ് ആർ ടേക്കൺ ഫ്രം ആർ. അങ്ങനത്തെ ഒരു പോളിനോമിയൽ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഞാൻ എടുക്കുകയാണ് ഞാൻ. അപ്പം ഇതൊരു വെക്ടർ സ്പേസ് ആണ്. ശരിക്കും ഇതൊരു വെക്ടർ സ്പേസ് ആണ്. അപ്പോൾ ഇവിടെ P3 of x എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഇതിലുള്ള പോളിനോമിയൽസിന്റെ ഫോം ഇങ്ങനെയായിരിക്കും. സം a0 പ്ലസ്, അതായത് ഒരു f of x പോളിനോമിയൽ നമ്മളൊരു ഇതിലുള്ള ഒരു എലിമെന്റ്, ഒരു ആൽഫ f of x ആയി എടുക്കുന്നത്. ഇറ്റ് ഈസ് a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് a3x ക്യൂബ്. അതായത് ഇതിലുള്ള എലിമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർ a0, a1, a2, a3 belongs to the field f. In this case I'll take as R. അപ്പം ഇവിടെ ഈ വെക്ടർ സ്പേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെക്ടർ സ്പേസിലുള്ള എലിമെന്റ്സ് പറഞ്ഞാൽ മൊത്തം പോളിനോമിയൽസ് ആണ്. ഈ AIs എല്ലാം എന്താണ്, സ്കേലാർസ് ആണ് ഫ്രം ദ ഫീൽഡ്, ടേക്കിംഗ് ഫ്രം ദ ഫീൽഡ് ആർ. ഓക്കെ, സോ ഇൻ ദിസ് കേസ് നമുക്കൊരു സെറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ നോൺ ട്രിവിയൽ ആയിട്ട് എക്സാമ്പിൾ എടുക്കാൻ വെച്ചിട്ട് അത് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഒരു സെറ്റ് എടുത്തു, എസ് 1 എടുത്തു, അതിൻ്റെ അകത്ത് എക്സ് എടുത്തു, എക്സ് സ്ക്വയർ എടുത്തു, 1x സ്ക്വയർ. അതായത് എൻ്റെ എസ്സിൽ 3 എലിമെന്റ്സ് ഉണ്ട്. ഇത് 3 പോളിനോമിയൽസ് അല്ലേ? ഡിഗ്രി അറ്റ്മോസ്റ്റ് 3. ഡിഗ്രി എന്ന സാധനം എന്താ പോളിനോമിയലിന്റെ? ഇവിടെ എന്തുകൊണ്ടാണ് ഡിഗ്രി പോളിനോമിയൽ 3 തേർഡ് ഡിഗ്രി പോളിനോമിയൽ പറയാൻ കാരണം? ഡിഗ്രി തേർഡ് ആയതുകൊണ്ട്. ഡിഗ്രി തേർഡ് ആണ് ഇവിടെ. ഓക്കെ ഓക്കെ, സോ ഹിയർ ഞാൻ എടുക്കുന്നത് ഒരു സെറ്റ് എസ് എടുത്തു. ഇതിൽ ഞാൻ 3 എലിമെന്റ്സ് എടുത്തു, 1x സ്ക്വയർ. ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലീനിയർലി ഡിപെൻഡന്റ് സെറ്റ് ആണോന്ന്, എസ് ലീനിയർലി ഡിപെൻഡന്റ് സെറ്റ് ആണോ എന്നാണ് ചോദ്യം. അപ്പൊ ഇത് ലീനിയർലി ഡിപെൻഡന്റ് സെറ്റ് ആണെങ്കിൽ എന്താണ് പ്രത്യേകത? നമ്മളിപ്പോ കുറച്ചും കൂടെ ഡെഫിനേഷൻ കണ്ടു. ഇതിലുള്ള അതായത് ഒരു C1 ടൈംസ് ഫസ്റ്റ് വെക്ടർ പ്ലസ് C2 ടൈംസ് സെക്കൻഡ് വെക്ടർ പ്ലസ് അനദർ കോൺസ്റ്റന്റ് C3 ടൈംസ് തേർഡ് വെക്ടർ.
എക്സ് 1 എക്സ് എക്സ് സ്ക്വയർ നമ്മൾ എടുത്ത് എക്സ് സ്ക്വയർ C3 ടൈംസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 നമുക്ക് കാണിക്കാൻ പറ്റണം വിത്ത് എന്താണ് വിത്ത് Not all CI CIs not all CIs are zero. not all CIs are zeros where CIs belongs to your field R അല്ലേ? അപ്പൊ ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ? ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ? ഇല്ല ഇങ്ങനത്തെ 3 CIs കിട്ടുമോ നിങ്ങൾക്ക്? ഇല്ല കിട്ടില്ല, ഒക്കെ സീറോ അല്ലേ. ഒന്നും കിട്ടില്ല. കാരണം നിങ്ങൾ എന്താ പറയാ, ഇത് ഈക്വൽ ടു സീറോ എന്ന് മീനിങ് എന്താ ശരിക്കും? ഇത് ശരിക്കും സീറോ ഈക്വൽ ടു സീറോ പറയുമ്പോൾ വി ആർ ആക്ച്വലി ഹാവിങ് വാട്ട് ഹിയർ ഓരോ 0. മൾട്ടിപ്പിൾ C1 into 1 പ്ലസ് അത് ഈക്വൽ ടു സീറോ ആയിരിക്കും. അപ്പൊ അതെ C1 0 plus 0 x plus L equals അതെ ഒന്നും സീറോ ആവില്ല. ഇല്ല അപ്പൊ ചാൻസ് ഉള്ളത് C1 C2 C3 സീറോ ആവാൻ. അതെ. വണ്ണും എക്സും എക്സ് സ്ക്വയർ ഒരിക്കലും സീറോ ആവില്ല എന്നോ? അത് അതിന്റെ മൾട്ടിപ്ലൈ ചെയ്താണ്ടല്ലേ അത് കിട്ടണേ. ആ അപ്പൊ ഒന്നുകിൽ 1 എക്സ് എക്സ് സ്ക്വയർ അത് സീറോ ആവണം. ഉം. അതൊരിക്കലും സീറോ ആവൂലല്ലോ. അത് ജസ്റ്റ് പോളിനോമിയൽസ്. ഇതൊക്കെ ഓരോന്നും പോളിനോമിയൽസ് ആണ്. വൺ ഒരു പോളിനോമിയൽ എടുക്കുന്നത് നമ്മള്. എക്സ് എന്ന വേറൊരു പോളിനോമിയലാണ്. ഫ്രം ആർ ടു ആർ വേറൊരു പോളിനോമിയലാണ്. പിന്നെ എക്സ് സ്ക്വയർ വേറൊരു പോളിനോമിയലാണ്. ഇതൊക്കെ നമ്മളെ P3 എലിമെന്റ്സ് ആണ്. P3 എലിമെന്റ്സ് ആണ്. നമുക്കിവിടെ നമ്മളെ കയ്യിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ C1 C2 C3 കൂടെ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. അതായത് C1 C2 C3 നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റണം. സോ ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താ പറയാ 0 ആയിരിക്കണം. 0. അപ്പൊ ഈ 0 സംഭവം എന്താ? 0 പ്ലസ് 0x പ്ലസ് 0x സ്ക്വയർ അല്ലേ? 0x square. അപ്പൊ നിങ്ങൾ ശരിക്കും ഈ 0 into 1 പ്ലസ് 0 into x പ്ലസ് 0x സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റ് ഇവിടെ നമ്മൾ ഇതിന്റെ എന്താ പറയാ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? C1ഉം C2 C3 എല്ലാം 0 ആണെന്ന് ഡയറക്റ്റ് കിട്ടും. കമ്പൽസറി 0 ആയേ പറ്റൂ, വേറെ വഴിയൊന്നുമില്ല. നമുക്ക് ഈ C1 C2 C3 നമുക്ക് ഇപ്പൊ ഇവിടെ നമുക്ക് ഈ C2 നമുക്ക് ഈ C1 നമുക്ക് 0 എടുത്തിട്ട് C2 നമുക്ക് -x എടുക്കാൻ പറ്റുമോ? അപ്പൊ അത് 0 ആവില്ലേ? C3ക്ക് 1 എടുക്കാം. C1 0 എടുക്കുക, C2 -x എടുക്കുക, C3ക്ക് 1 എടുക്കുക. അപ്പൊ അത് -x സ്ക്വയർ പ്ലസ് x സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടൂലേ? ആവില്ലേ? അതെ. അപ്പൊ അത് ലീനിയർ ഡിപെൻഡന്റ് ആവുമോ? Dependence. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഒരിക്കലും C2 -x എടുക്കാൻ പറ്റില്ല. ഞാൻ എഴുതിയ തെറ്റാ ഇവിടെ എഴുതിയിരിക്കുന്നത്. C2 ഒരിക്കലും -x എടുക്കാൻ പറ്റില്ല. കാരണം C2 ഒരു പോളിനോമിയൽ അല്ല. C2 ആക്ച്വലി സ്കെയിലാർ വി ആർ ടേക്കിംഗ് ഫ്രം ദ ഫീൽഡ്. നമുക്ക് തന്നിരിക്കുന്ന ഫീൽഡിൽ നിന്ന് എടുക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണത്. അതൊരു പോളിനോമിയൽ ആണ്, ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. പക്ഷെ അതൊരിക്കലും നമുക്ക് ഒരിക്കലും -x ആക്കി എടുക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ ഇത് ശരിക്കൊരു ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു പൊട്ടത്തരാ ശരിക്കും ഞാൻ പറഞ്ഞു. അത് ശരിക്കും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓൺലി യു ഹാവ് ദ പ്രിവിലേജ് ടു ടേക്ക് C1 C2 C3 ഫ്രം യുവർ ഫീൽഡ് F. അപ്പൊ അതൊരിക്കലും പറ്റില്ല. അപ്പൊ അത് പോസിബിൾ ആയിട്ടുള്ള ഒറ്റ കോമ്പിനേഷനേ ഉള്ളൂ. എന്താണ്? C1 C2 C3 ഡെഫിനറ്റ്ലി 0 എടുത്ത്. അപ്പൊ ഇവിടെ എന്താ കിട്ടുക? നമുക്ക് ഈ മൂന്ന് പോളിനോമിയൽസും ലീനിയർലി ഡിപെൻഡന്റ് ആണ്. പക്ഷെ ഞാൻ വേറെ പോളിനോമിയൽസ് എടുക്കുക വെച്ചാൽ 1 + x ഉം 2 + 2x ഉം ഇതൊരു പോളിനോമിയൽ എടുത്തു. 1 + x 2 + 2x 0 പോളിനോമിയൽ. ഇതാണ് നമ്മൾ എസ്. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റ് ലീനിയർലി ഡിപെൻഡന്റ് ആണോ? അതെ. ലീനിയർലി ഡിപെൻഡന്റ് ആണ് അല്ലേ? എന്തെടുക്കണം? C1 C2 C3 ഒക്കെ C1 ടൈംസ് 1 + x പ്ലസ് C2 ടൈംസ് 2 + 2x പ്ലസ് C3 ടൈംസ് 0 നമുക്ക് 0 കിട്ടും അല്ലേ? ഇത് നിങ്ങൾക്ക് എന്തെടുക്കാം? C1 നിങ്ങൾക്ക് 1 എടുത്തിട്ട്, അല്ലെങ്കിൽ C1 നിങ്ങൾ 2 എടുത്തിട്ട് C2 എടുക്കണം -1 എടുത്താൽ മതി അല്ലേ? ഇപ്പൊ തന്നെ എന്തായി? നമുക്ക് ഈ ലീനിയർ കോമ്പിനേഷൻ 0 ആയി കിട്ടുന്നുണ്ട്. 2 into 1 + x പ്ലസ് -1 ടൈംസ് 2 + 2x പ്ലസ് C3 into 0 is 0. അത് 0 ആയിട്ട് കിട്ടുന്നില്ലേ? 2 + 2x minus 2 plus minus of 2 + 2x എന്ന് കിട്ടും. അപ്പോൾ അത് 0 ആവും. അപ്പോൾ that means that here you are able to choose non-zero CIs. ഒന്ന് ഇവിടെ എന്തോ ആവും, 0 ആവാം അല്ലെങ്കിൽ non-zero ആവാം. At least 2 non-zero CIs you are able to get such a way that the linear combination is equal to 0. So we can say that in this case we can say that this is actually a linear dependent. Okay. ഇനി ഓക്കെ
പിന്നെ അവർ പറഞ്ഞത് വെച്ചാൽ സെറ്റ് വിച്ച് ഇസ് നോട്ട് ലീഗലി ഡിപ്പെൻഡന്റ് ഈസ് കോൾഡ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേറെ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. അത് ഈ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് കമ്പൽസറിലി ഈ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് 0 ആക്കാൻ കമ്പൽസറിലി എല്ലാ CIസും 0 എടുത്തേ പറ്റൂ എന്നൊരു കേസ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഈ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, അല്ലേ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഇഫ് യു വാണ്ട് ടു മേക്ക് ദിസ് ലീനിയർ കോമ്പിനേഷൻ 0, ഇപ്പോൾ α1 α2 സിറ്റ ആൽഫ എന്ന വെക്ടേഴ്സ് നിങ്ങളുടെ കയ്യിലുള്ളത്, നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്നാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ വെക്ടേഴ്സ് ലീനിയർ കോമ്പിനേഷൻ എടുത്തിട്ട് ഈ ലീനിയർ കോമ്പിനേഷൻ 0 ആക്കാൻ നമ്മുടെ കയ്യിൽ ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ, എന്ത്? എല്ലാ CIസും 0 എടുത്തേ പറ്റൂ എന്നാണെങ്കിൽ നമുക്ക് പറയാം ആ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾ M2/2 set of all 2/2 matrices 2/2 matrices over the field all the field R നിങ്ങൾ എടുക്കാൻ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സ് α1 ഈ മൂന്ന് വെക്ടേഴ്സ് തരാം. ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡന്റ് ആണോ നമുക്ക് അറിയണം. എങ്ങനെയാ നമ്മൾ അറിയാം? എങ്ങനെ നമ്മൾ ചെയ്യാം? ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് അതെ, ജസ്റ്റ് ക്ലിയർ കോമ്പിനേഷൻ എടുക്കുക, സ്കെയിലേഴ്സ് എടുക്കുക, ഇക്വേറ്റ് ചെയ്യുക. 3 times 2013 ഈക്വൽ ടു നമ്മൾ ഇവിടെ 0 എന്നാണ് 0000 ആണ്. ഇക്വേറ്റ് ചെയ്യുക, സോൾവ് ചെയ്യുക. അപ്പോൾ കമ്പൽസറി നിങ്ങൾക്ക് എല്ലാ CIസും 0s ആയിട്ട് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം ഈ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. അങ്ങനെയല്ല കിട്ടുന്നത് വെച്ചാൽ നിങ്ങൾക്ക് പറയാം വെക്ടേഴ്സ് ലീനിയർലി ഡിപെൻഡന്റ് ആണെന്ന് പറയാം. അപ്പം ഈ കേസിൽ നിങ്ങൾക്ക് എന്താ വരിക? ഒരു 3 4 ഇക്വേഷൻസ് കിട്ടും. 3 അൺനോൺസിൽ 3 അൺനോൺസിൽ നിങ്ങൾക്ക് 4 ഇക്വേഷൻസ് കിട്ടും. C1 പ്ലസ് C2 പ്ലസ് 2 ടൈംസ് C3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതുപോലെ 2C1 പ്ലസ് C2 പ്ലസ് 0 ടൈംസ് C3 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതുപോലെ 0C1 പ്ലസ് 0C2 പ്ലസ് C3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. 1C1 plus C2 1C1 പ്ലസ് C2 1C2 പ്ലസ് 3C3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഇപ്പൊ ഇവിടെ നമുക്ക് ചില ഇതൊക്കെ 0 വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ പോവും. 0C3 0 ആവും, 0C1 0 ആവും, 0C2 0 ആവും. അപ്പൊ C3 എന്തായാലും 0 ആണെന്ന് ഉറപ്പായി. ഓക്കെ, C3 എന്തായാലും 0 ആണെന്ന് ഉറപ്പായി. ബാക്കി നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണം. അപ്പോൾ അത് സോൾവ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ആൻസർ കിട്ടും. പക്ഷെ അപ്പം ഇതിന്റെ ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, ജസ്റ്റ് സോൾവ് ചെയ്യുക. അപ്പം ഇവിടുത്തെ 3 ഇക്വേഷൻസ് അവിടെ ഉള്ളത് C1 പ്ലസ് C2, ഇവിടെ C3 ഓൾറെഡി 0 ആയി. അപ്പം ഇവിടെ 2C3 0 ആവും. C1 പ്ലസ് C2 0 ആയിരിക്കണം. 2C1 പ്ലസ് C2 ഇവിടെയും 0 ആയിരിക്കണം. അതുപോലെ ഇവിടെയും 3C3 എന്താവും 0 ആയി പോകും. C1 പ്ലസ് C2 0 ആയിരിക്കണം. അപ്പോൾ 2 ഇക്വേഷൻ സെയിം ആയിരുന്നു. അപ്പം ഈ ജസ്റ്റ് നമുക്ക് ഒന്ന് എറേസ് ചെയ്യാം. അപ്പോൾ ഈ സിസ്റ്റം സോൾവ് ചെയ്താൽ മതി. ഈ സിസ്റ്റം സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു C1 C2 കിട്ടുമെങ്കിൽ നമുക്ക് പറയാം C3 ഓൾറെഡി 0 ആണ്. ഈ C1 C2 കമ്പൽസറി 0 ആയേ പറ്റൂ എന്ന് വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് പറയും. ഈ കേസിൽ എന്താ വരിക? ഇതിനൊക്കെ ഇങ്ങനെ എഴുതി കൂടെ? 2 1 ഇൻറ്റു C1 അങ്ങനെയല്ലേ വരിക അല്ലേ? അപ്പം ഇതെന്ത് മെട്രിക്സാ? സിംഗുലറോ നോൺ സിംഗുലറോ? സിംഗുലർ മെട്രിക്സ് ആണോ അത്? നോൺ സിംഗുലർ അല്ലേ? നോൺ സിംഗുലർ മെട്രിക്സ് അല്ലേ? അപ്പൊ നോൺ സിംഗുലർ മെട്രിക്സ് അല്ലേ? അപ്പൊ എന്താ വരിക? അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് എന്ത് പറയാം? C1 C2 0 എന്ന് പറഞ്ഞൂടെ? ഒറ്റയ്ക്ക് പറയാൻ പറ്റുമോ C1 C2 0 ആണെന്ന്?
ഇതിന്റെ ചെറിയൊരു ഡിസ്കഷൻ നമ്മൾ ആ 2 ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐഗൻ വാല്യൂസ് ഒക്കെ പറഞ്ഞപ്പോൾ ഐഗൻ വാല്യൂ നമ്മൾ എന്താ പറയാ നമ്മള് ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയാ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാന്ന് ഒരു സെറ്റ് ചെയ്ത് ഓർമ്മയുണ്ടോ? എ എക്സ് ഈക്വൽ ടു 0, എ എൻ ബൈ എൻ മെട്രിക്സ് ആണ്. അപ്പൊ എക്സ് നോൺ സീറോ നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു നോൺ സീറോ ഇതിനൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എ ഒരു സിംഗുലർ മെട്രിക്സ് ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതിന്റെ ഒരു എക്സ്ട്രീം കേസ് ആണത്. അതായത് സാധാരണ നമ്മളൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എപ്പോഴാ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാം? സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ഓഗ്മെന്റ് ഇതിന് നമ്മൾ ശരിക്കും ഇവിടെ എ ഇൻറ്റു എക്സ് ഈക്വൽ ടു ബി ഫോമിൽ എഴുതി. വേറെ ബി എന്താണ്? ഇവിടെ 0 വെക്ടർ ആണ്. അപ്പോൾ ഒരു സിസ്റ്റത്തിന് ഇങ്ങനത്തെ സിസ്റ്റത്തിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സും ഇവിടെ 0 ആണ്, ബിക്ക് പകരം. രണ്ടും സെയിം ആയിരിക്കും, രണ്ടിനും റാങ്ക് സെയിം ആയിരിക്കണം. അപ്പൊ ഈ കേസിൽ ഇതിന്റെ റാങ്ക് എന്താ വരിക? 1 1 2 1 റാങ്ക് എന്താ വരിക? ഈ മെട്രിക്സിന്റെ റാങ്ക് എന്താ വരിക? 2 ആണ് വരിക. എന്റെ റാങ്ക് 2 ആ വരിക. കാരണം എന്താ? ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണ് അല്ലേ? നമുക്ക് നോൺ സിംഗുലർ മെട്രിക്സിന്റെ ഒരു ഡെഫിനേഷൻ അറിയാം. നോൺ സിംഗുലർ മെട്രിക്സിന്റെ ഡെഫിനേഷൻ അറിയാം. എന്താ അറിയാം? സോറി, നോൺ സിംഗുലർ അല്ല, റാങ്കിന്റെ ഒരു ഡെഫിനേഷൻ അറിയാം. ഇറ്റ് ഈസ് ദ ഓർഡർ ഓഫ് ദ ലാർജസ്റ്റ് നോൺ സിംഗുലർ സബ് മെട്രിക്സ് ഓഫ് ദറ്റ് പെർട്ടിക്കുലർ മെട്രിക്സ് എന്നറിയാം. അപ്പം ഇതൊരു 2x2 മെട്രിക്സ് ആണ്. ഈ 2x2 മെട്രിക്സിന്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടാവുന്ന ലാർജസ്റ്റ് നോൺ സിംഗുലർ സബ് മെട്രിക്സിന്റെ ഓർഡർ. അപ്പൊ ഇതിലിപ്പോ കിട്ടാവുന്ന ലാർജസ്റ്റ് നോൺ സിംഗുലർ സബ് മെട്രിക്സ് ഏതാ? ഈ മെട്രിക്സ് തന്നെയാണ്. കാരണം ഈ മെട്രിക്സിന്റെ ഇത് നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. അപ്പൊ ഇതിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നോൺ സിംഗുലർ മെട്രിക്സ് നോൺ സിംഗുലർ സബ് മെട്രിക്സ് എന്ന് പറയുന്നത് ഈ മെട്രിക്സ് തന്നെയാണ്. അപ്പൊ അതിന്റെ ഓർഡർ 2 ആണ്. അപ്പോൾ റാങ്ക് 2 ആണ്. അപ്പം എന്റെ റാങ്ക് 2 ആണ്. പിന്നെ ഈ എയും അതിന്റെ കൂടെ ഈ 0 അറ്റാച്ച് ചെയ്ത് എന്താ വരിക? ആ മെട്രിക്സിന്റെ റാങ്ക് എന്താ വരിക? എന്റെ കൂടെ ഒരു 2 സീറോസ് അറ്റാച്ച് ചെയ്തു. അപ്പൊ നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സ് A0 കിട്ടി. അങ്ങനെ ആകുമ്പോൾ ഈ മെട്രിക്സിന്റെ റാങ്ക് എന്താ വരിക? അതും 2 ആവൂലേ? 2. അതും 2 തന്നെയാ വരിക അല്ലെ? ഇതൊരു 2x3 മെട്രിക്സ് ആണ്. ഇതൊരു 2x3 മെട്രിക്സ് ആണ്. അപ്പൊ അതിന്റെ റാങ്ക് ലെസ് ദാൻ ഈക്വൽ ടു മിനിമം ഓഫ് 2 മിനിമം and 2. ഓഫ് 2 3. അപ്പൊ 2 എന്തായാലും 2 അതിൽ ചെറുതായിരിക്കും. പക്ഷെ നമുക്ക് ഓൾറെഡി എന്ത് കിട്ടി? നമുക്കൊരു 2x2 ഓർഡറുള്ള ഒരു മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ റാങ്ക് 2 എന്ന് പറയാം. അപ്പൊ ഇവിടെ റാങ്ക് 2 ആണ്, ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണ് അല്ലെ? അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? നമുക്ക് യുണീക് സൊല്യൂഷൻ വരും. ഇങ്ങനത്തെ സിസ്റ്റത്തിൽ രണ്ടിന്റെയും റാങ്ക് ഈക്വൽ ആണ്, ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ നമുക്ക് യുണീക് സൊല്യൂഷൻ വരും. യുണീക് സൊല്യൂഷൻ വരുമ്പോൾ ആ യുണീക് സൊല്യൂഷൻ എന്താ അവിടെ? അതായത് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. നമുക്ക് നാളെ വൈറ്റ് 0 ആണ് അല്ലേ? അപ്പൊ C1ഉം C2നും 0 കൊടുത്താൽ എന്തായാലും ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ല. രണ്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ലേ? C1ഉം C2നും 0 കൊടുത്താൽ ഈ സിസ്റ്റം എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യില്ലേ? 0 പ്ലസ് 0 0 ആണ്, 2 into 0 plus 0 0 ആണ് അല്ലേ? അപ്പോൾ AX equal to 0 സിസ്റ്റത്തിന് എന്തായാലും 0 ഒരു X equal to 0 സൊല്യൂഷൻ ആണ്. അപ്പൊ അത് യുണീക്കും കൂടിയാണെന്ന് പറയുന്നത്. അത് ഒറ്റ സൊല്യൂഷൻ ഉള്ളൂ പറയുന്നത്. അപ്പൊ എന്താണ്? ആ സൊല്യൂഷൻ 0 0 തന്നെയാണ്. ശരിക്കും ഇത് നമുക്ക് സിമ്പിളായി ഡിസ്കസ് ചെയ്യായിരുന്നു. പക്ഷെ ഇത്രയും കാര്യം പറയാൻ കാരണം വേറെ ഒന്നല്ല, വേറെ കുറെ കാര്യങ്ങൾ ഇതിൽ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു. ഇതിപ്പോ ഡയറക്റ്റ് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് നോക്കാനുള്ളൂ. അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. 2x2 കേസ് മാത്രമേ ഉള്ളൂ. ഇൻ ജനറൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെയാണ്. അതാണ് ഇത്രയും പറയാൻ കാരണം. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടത് ഞാൻ എന്തിനാ ഇത്രയും പറയുന്നതല്ലേ? പക്ഷെ നമ്മളത് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു. ഇപ്പൊ നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഒന്ന് റിവൈസ് ചെയ്തു, റാങ്ക് ഒന്ന് റിവൈസ് ചെയ്തു അല്ലേ? അപ്പൊ ഈ കേസിൽ നമുക്ക് കിട്ടുന്നത് C1 C2 കമ്പൽസറി 0 എന്ന് കിട്ടും. അതായത് ഈ കേസ് നമുക്ക് എന്ത് കിട്ടി? C3 ഓൾറെഡി 0 എന്ന് ആദ്യം കിട്ടി. പിന്നെ നമുക്ക് C1 0 കിട്ടി, C2 0 കിട്ടി. അപ്പൊ എന്താ വരിക? ഈ ലീനിയർ കോമ്പിനേഷൻ 0 ആക്കാൻ കമ്പൽസറി ഇത് സംഭവിച്ചത്. അപ്പൊ അതിന്റെ മീനിങ് എന്താ? ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആണെന്ന് കിട്ടും. എന്താണ്? അതെ, ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആണ് കിട്ടി. ഓക്കെ, അപ്പം ഓക്കെ, നമുക്കൊന്ന് 8:30 ആയി, നമുക്ക് ശേഷം സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നാളെയും മറ്റന്നാളും ലൈവ് ക്ലാസ് ആയിട്ട് ഉണ്ടാവില്ല, പക്ഷെ ഞാൻ റെക്കോർഡ് ക്ലാസ് ആയിടും. ഓക്കെ, അപ്പൊ നാളെ ഞാൻ ചിലപ്പോൾ ട്രാവലിംഗിലായിരിക്കും. അപ്പൊ ഞാൻ എന്തായാലും ലൈവ് എടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഞാൻ മിക്കവാറും റെക്കോർഡ് ക്ലാസ് ആക്കി വിടാം. അപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് എന്റെ ക്ലാസ് ഇടും. എന്നിട്ട് അതിന്റെ ഡിസ്കഷൻ നമുക്ക് തിങ്കളാഴ്ച, നമുക്ക് ആ എടുത്ത ക്ലാസ്സിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ പതുക്കെയാണ് നമ്മൾ ശരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഒട്ടും സ്പീഡല്ല പോകുന്നത്, വളരെ പതുക്കെയാണ് പോകുന്നത്. ഞാൻ ഒരുപാട് എക്സാമ്പിൾസ് പറയുന്നത് കൊണ്ടാണത് അങ്ങനെ വരുന്നത്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എക്സാമ്പിൾസ് വഴി ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പിന്നെ കുറച്ച് സ്ലോ ആയിട്ട് പോകുന്നത്. കുറെ എക്സാമ്പിൾസ്, എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് വളരെ ക്ലിയർ ആയിരിക്കണം. നമ്മളിപ്പോൾ ഒരു ഇന്റർവ്യൂ, ഇപ്പൊ നിങ്ങൾ MSc കഴിഞ്ഞിട്ട് പോവാണെങ്കിലും നിങ്ങളോട് ഇപ്പോൾ ഒരു വെക്ടർ സ്പേസ് പെട്ടെന്ന് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വെക്ടർ സ്പേസ് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ് അല്ലേ? അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം നമുക്ക് നല്ല ക്ലിയർ ആയിരിക്കണം. നമ്മളെ ബേസിക് ക്ലിയർ ആക്കിയാൽ നമുക്ക് എന്തായാലും
ബാക്കി നമുക്ക് ബിൽഡപ്പ് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു പോളോബിലിന്റെ നമ്മളൊരു ഒരു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ. പെട്ടെന്ന് നമ്മളിപ്പോ പെട്ടെന്ന് ഇത് കാണുമ്പോൾ നമുക്കൊരു ഒരു ഒരു പേടിയൊക്കെ തോന്നും. പക്ഷെ ഇത് സംഭവം ഒന്നുമില്ല. ഇത് നമ്മളെ എന്താ പറയാ, ആ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയാൽ നമുക്ക് നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ കാണിച്ചു. ഇത് ലീനിയർലി ഡിപെൻഡൻസ് സെറ്റ് ആണെന്ന് കാണിച്ചു. ഇതിന് മുമ്പുള്ള സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിച്ചു. അപ്പം അത്രേ ഉള്ളൂ. ബേസിക്സ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സെറ്റ് വേണമെങ്കിലും എടുത്ത് വർക്ക് ചെയ്യാം, ഏത് ഫീൽഡും ഇതിലും വർക്ക് ചെയ്യാം. ഓക്കെ. ഇതിന്റെ നോട്ട്സ് അറ്റാച്ച് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, ഇതിന്റെ ഞാൻ അയച്ചു തന്നിട്ടില്ല നിങ്ങൾക്ക്. ഞാൻ എന്റെ അയച്ചു തരാം. വീഡിയോ ഞാൻ ഇത് എഴുതി വെച്ചിട്ട് അപ്പൊ ഞാനിപ്പോ ഈ എഴുതുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ശരിക്കും ആ PDF സേവ് ആവുണ്ടാവാൻ സംശയമാണ്. കാരണം ഞാൻ അത് കുറെ ഇടക്കിടക്ക് എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു നോട്ട് ആദ്യം ഫുൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഈ സംഭവം, ഈ PDF ഫയൽ. എന്നിട്ട് ഞാൻ അതെടുത്തിട്ടാണ് വീണ്ടും ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഞാൻ വീണ്ടും ക്ലാസ് എടുക്കുമ്പോൾ ഇടക്കിടക്ക് ഞാൻ എക്സ്ട്രാ ഞാൻ അതിനകത്ത് എക്സാമ്പിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഈ വീഡിയോസിൽ ഉണ്ടാവും. ഞാൻ അയക്കുന്ന PDF ഒറ്റ സ്ട്രെച്ചിൽ ഈ കോൺസെപ്റ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നുണ്ട്. അത് നിങ്ങൾ നോക്കി നമുക്ക് ഈ എക്സാമ്പിൾസ് ഒക്കെ വീണ്ടും നമുക്കൊന്ന് കാണാൻ പറ്റും, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എക്സാമ്പിൾസ്. പിന്നെ PDF ഞാൻ ഇപ്പം ഇത് അതിന്റെ ക്ലാസ് അതിന്റെ ഇട്ടുതരാം. ഞാൻ ഏകദേശം കുറച്ചുകൂടി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇട്ടുതരാം. ഇത് ഓബിയസ്ലി നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ നോട്ട്സ് ഒക്കെ തന്നെയാണ്. പിന്നെ ഇതിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് കുറച്ചുണ്ട്. എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരു ഷീറ്റ് പോലെ ഇടുന്നുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കണം. എന്നിട്ട് ഒരു അസൈൻമെന്റ് പോലെയോ ഒക്കെ ഞാൻ ഇടയ്ക്ക് പറയുമ്പോൾ എനിക്ക് സബ്മിറ്റ് ചെയ്യുന്നതാണ് മതി നിങ്ങൾ. അപ്പം നിങ്ങളെ ഭാഗത്തുനിന്ന് ചെയ്യാൻ നോക്കണം. കാരണം നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല. കാരണം അങ്ങനെ ചെയ്താൽ നമ്മൾ തീരില്ല അത് സിലബസ്. അപ്പം ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇപ്പൊ സെക്കൻഡ് സെക്ഷൻ ആയിട്ടുള്ളൂ, 2.3 എത്തിയിട്ടുള്ളൂ. 2.3 2.4 നമുക്കുണ്ട് ഈ ചാപ്റ്ററിൽ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതന്നെ നമുക്ക് സമയം എടുക്കും. കാരണം ചില റിസൾട്ടുകൾ ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ട്സ് ഉണ്ട്. ഇപ്പൊ ഈ ചാപ്റ്റർ ഈ സെക്ഷൻ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ട്സ് ഉണ്ട്. നമ്മളിപ്പം യൂസ് ചെയ്യുന്ന റിസൾട്ട്സ് ഉണ്ട്. തിയറം 6 ഒക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മളെ പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. നെറ്റിനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതൊക്കെ നമുക്ക് വൃത്തിയിൽ പ്രൂവ് ചെയ്യണം. ഓക്കെ, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. നാളെ നമുക്ക് മറ്റന്നാൾ മിക്കവാറും ഞാൻ പറഞ്ഞ പോലെ റെക്കോർഡ് ക്ലാസ് ഇടും ഞാൻ. നിങ്ങൾ കാണുക. എന്നിട്ട് മറ്റന്നാളത്തേക്ക് നിങ്ങൾ നോക്കുക. എന്തെങ്കിലും സംശയം നമുക്ക് അതിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, എന്നാൽ പിന്നെ ശരി, എന്നാൽ നമുക്ക് നാളെ കാണാം. ഓക്കെ ഓക്കെ സർ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.